ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. നമ്മുടെ അച്ചൂട്ടിനെ കൊണ്ടുവന്ന് ഡോക്ടറെ അടുത്ത് പോവുക. 2-3 ദിവസമായി അവന് പല്ലുവേദന എന്ന് പറയുന്നു. പല്ല് മുഴുവൻ കേടാണേ. പുതിയ വന്ന പല്ലുകളൊക്കെ ഇപ്പം പല്ല് തേച്ച് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. നേരത്തെ മിഠായി ഒന്നും തിന്നരുതെന്ന് പറഞ്ഞ പിള്ളേരല്ലേ, കേൾക്കത്തില്ല. ആരെങ്കിലുമൊക്കെ ചോക്ലേറ്റ് കൊടുത്താൽ തിന്നും. അങ്ങനെ മിഠായിയൊക്കെ തിന്നിട്ട് പല്ലൊക്കെ കേടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ചോര വന്നപ്പോൾ പുള്ളിക്കാരന് പേടിയായി. അപ്പോൾ ഒന്ന് പല്ലിൻ്റെ ഡോക്ടറെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ പല്ലിൻ്റെ ഡോക്ടറെ അടുത്ത് കാണാൻ പോവുക. അങ്ങനെ നമ്മുടെ കാഞ്ഞങ്ങാട് ടൗണിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. ഇത് നമ്മുടെ കുന്നുമലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ നമ്മൾ കാഞ്ഞങ്ങാട് ടൗണിലെത്തി. കാഞ്ഞങ്ങാട് ടൗണിലത്തെ ഉച്ചക്കത്തെ തിരക്കുകളാണ് കണ്ടോ. ഉച്ചയ്ക്കാകുമ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. അങ്ങനെ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്ത് നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ നല്ല ബ്ലോക്ക് ഉണ്ട്. ഡോക്ടർ ക്ലിനിക്കിൽ പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറുടെ വീട് തന്നെയാണ് ഡോക്ടറുടെ ക്ലിനിക്ക്. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, ഈ പ്രായത്തിൽ നമുക്ക് പല്ലൊന്നും പറിക്കാൻ പറ്റത്തില്ലല്ലോ, ഉപ്പുവെള്ളം കവിള് കൊള്ളുക, നന്നായിട്ട് ബ്രഷ് ചെയ്യുക, ഒരു നല്ല പേസ്റ്റൊക്കെ അച്ചൂട്ടിന് കിട്ടിയിട്ടുണ്ട്. അച്ചൂട്ട് ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ചൂട്ടിന് ചിക്കൻ നഗറ്റ്സ് വേണമെന്നും പറഞ്ഞിട്ട് അത് വാങ്ങി കൊടുക്കാതെ പറഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്കിതാ ഇവിടെ കാഞ്ഞങ്ങാടിൻ്റെ ഒരു പ്രധാനമായിട്ടാണ് ചർമുറാസ് വിൽക്കുന്ന ഒരു കട കണ്ട്. അവിടെ അവിൽ മിൽക്കൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പഴക്കൊലൊക്കെ തൂക്കിയിട്ടുണ്ട്. നമ്മൾ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഷോപ്രിക്സിലേക്ക് വരുമ്പോൾ ഇവിടെ മീറ്റ് ആൻഡ് ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് മീൻ നിൽക്കുന്ന കടയുണ്ട്. അപ്പോൾ അച്ചൂസിന് മീൻ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കയറി. ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള മീനുകൾ, നൊങ്ങൽ 550 രൂപ കേട്ടോ. ഇതാ ഈ മീനിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? എനിക്കറിയില്ല. അറിയാവുന്ന കൂട്ടുകാരന് കമൻറ്റ് ചെയ്തേരെ. നാക്കൊക്കെ പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ട്. പിന്നെ ആവോലി ഉണ്ടായിരുന്നു. ആവോലിക്ക് 300 രൂപയായിരുന്നു കേട്ടോ. ചില സമയത്ത് ആവോലിക്ക് ഇവിടെ ഭയങ്കര വില, 600-700 ഒക്കെ വില വരാറുണ്ട്. ഇപ്പോൾ വില കുറഞ്ഞ് 300 രൂപയാണ്. ചെറിയ ആവോലിയാണ്. പിന്നെ നെയ്മീൻ ഉണ്ടായിരുന്നു. പിന്നെ എന്താ കിളിമീനുണ്ട്, നല്ല പച്ച കരിമ്പച്ച അയലയുണ്ട്, കുഞ്ഞായിരുന്നു ചെമ്മീൻ, മുറിച്ച് വെച്ച ഓലമീനുണ്ട്. ഞാനെനിക്കിപ്പോൾ ഷോൾഡർ പെയിൻ ആയതുകൊണ്ട് ഇങ്ങനെ മുറിച്ച് വെച്ച മീനുകളൊക്കെയാണ് കേട്ടോ വാങ്ങിക്കാറ്. പിന്നെ കല്ലുമ്മക്കായ വലിയ ആവോലി 549 രൂപയുടെ. പിന്നെ ഇതെന്താ വേളൂരി. ഇതൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഈ മീനൊക്കെ എന്തൊക്കെ പേരുകളാണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേടെ കേട്ടോ. അതാ തിരുത 399 രൂപ. അപ്പോൾ ഞാൻ ഓലമീൻ 1 കിലോ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു 3/4 കിലോയോലെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്താ അയല എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് അയലയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാ എനിക്ക് മീൻ തിന്നുന്നതിനേക്കാളും കാണുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മീനിൻ്റെ പേര് അറിയാതെ കൂട്ടായിരുന്നു കമൻറ്റ് ചെയ്തേരെ. പിന്നെ ഇതാ ഈ കൊമ്പ് കൂർത്തിയ ഒരു മീൻ, ഇവിടെ പറയുന്നത് കൊഴിയാള എന്നാണ് കേട്ടോ. ഇതാ കൊഴിയാള വലിയ മീനാണ്. ഐക്കുറ അങ്ങനത്തെ സൈറ്റൊന്നും കാണുന്നില്ല. ഐക്കുറയുടെ ഒന്നും നമുക്കൊന്നും നോക്കാനേ പറ്റത്തില്ല. 1000 രൂപയിലൊക്കെ കൂടുതലായിരിക്കും ഐക്കുറയൊക്കെ. ഒക്കെ കഴിച്ച കാലം മറന്നു. കഴിച്ച നല്ല ഒരുപാട് കാലങ്ങളായി, ഒരുപാട് വർഷങ്ങളായി ഐക്കുറയൊക്കെ കണ്ടിട്ട് കഴിച്ചിട്ടും ഒക്കെ കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് പറ്റിയ മീനുകളല്ല. പിന്നെ നമുക്ക് ഇറച്ചിയുണ്ട്, ആടിൻ്റെ തല, പിന്നെ ഫ്രൈ ചെയ്യാനും കറി വെക്കാനും പറ്റിയ ഐറ്റംസ് ഒക്കെ, മുറിച്ച് ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന മീനൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങി അയലയും ഓലമീനും ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങി അച്ചൂസിന് ഷോപ്രിക്സിൽ കയറിയിട്ട്, നമ്മുടെ ഇവിടുത്തെ ഒരു മാളാണ് ഷോപ്രിക്സിൽ കയറിയിട്ട്, ഞാൻ ഈ ചിക്കൻ നഗറ്റ്സ് ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. പിന്നെ പിള്ളേർ കൊതി പറയുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ വാങ്ങിച്ച് കൊടുക്കാം എന്നുള്ള ഒരു ഇതിന് വാങ്ങിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. അവന് വേണ്ട ചിക്കൻ നഗറ്റ്സ് വാങ്ങി. പിന്നെ അതിന് സോസ് വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഒരു കൊതിയൊക്കെ പറയുമ്പോൾ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം അതിനുള്ള സോസും വാങ്ങിച്ചു. ഇപ്പോൾ 5 ഐറ്റംസിൽ കുറവാണെങ്കിൽ നമുക്ക് വേഗം ബില്ലടിച്ച് തരും. നമുക്ക് 3 ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് വേണ്ട സാധനം മാത്രം. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. അപ്പം മീനും പിള്ളേർക്ക് വേണ്ട ചിക്കൻ നഗറ്റ്സ് ഒക്കെ വാങ്ങി നമ്മൾ ഇറങ്ങിയിട്ടോ.